a young boy has gone to school and hasn't returned home, and so my first thoughts as Prime Minister and as a father are with the family. The victim, a 15-year-old boy, suffered serious injuries, and despite the best efforts of the ambulance service, he sadly died a short time later. Head teacher Sean Pender said in the early message to parents, "I don't feel real, like it's like feels like America, but this is Sheffield, this is crazy." Harvey was reportedly attacked by another student 3 times as he made his way to lessons as other pupils watched on in horror. Cops swarmed the school as students were plunged into a lockdown. Harvey was described as one of the sweetest souls by fellow pupils at All Saints Catholic School. Flowers, balloons, an England flag and a card were all left at the school gates in tribute this evening. നമുക്ക് ഒരു 2 വർഷത്തിന് മുമ്പ് ഈ ഒരു കെയർ വിസയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ധാരാളം ആൾക്കാരാണ് 10-15 ലക്ഷം രൂപ കൊടുത്തൊക്കെ UK എത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് ഗൾഫ് മേഖലകളിൽ നിന്നൊക്കെയാണ്. കാരണം അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ എന്ന് വെച്ചാൽ പലപ്പോഴും അവർ ജോലി ചെയ്യുമ്പോൾ ഒരാൾ ഗൾഫിലായിരിക്കും, മറ്റൊരാൾ ഗൾഫിൽ തന്നെ വേറൊരിടത്തായിരിക്കും, ഹസ്ബൻഡ് വൈഫ്, കുട്ടികൾ നാട്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ ഫാമിലി 2-3 സ്പ്ലിറ്റ് ആയിട്ടാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത്. നമുക്കറിയാം എത്രമാത്രം ടെൻഷനും പ്രഷറുമായിരിക്കും ആ ഒരു ജീവിതത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ധാരാളം ആൾക്കാർ, നമുക്കറിയാവുന്ന കുറേ ആൾക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നല്ല നല്ല ജോലികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് UK ഇതേപോലെ തന്നെ ഹോം കെയറിങ്ങിനും അതുപോലെ തന്നെ കെയർ വിസകളിലുമൊക്കെ 10-15 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും 2 പേർക്കും ഹസ്ബൻഡ് വൈഫ് ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഇവിടേക്ക് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളെ UK വന്ന് പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആണ്. മാത്രമല്ല ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി തേടി പിന്നൊരു ജോലിക്ക് വേണ്ടി നടക്കേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒരു 10-15 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഫാമിലി സേഫ് ആകും. നമ്മുടെ കുട്ടികൾ അവിടെ ചെന്ന് പഠിച്ച് അവിടെ നല്ല നല്ല ജോലികൾ വാങ്ങി അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് മിക്കവാറുമുള്ള മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഇങ്ങനെയൊരു വിസയാണെങ്കിൽ പോലും അവർ UK എത്തിച്ചേർന്നത്. ഇങ്ങനെ UK എത്തിച്ചേർന്ന് നമ്മളെ കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. കാരണം UK എല്ലാ നല്ല നല്ല സ്കൂളുകളാണ്. നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ 6 മാസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലേക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷം. ഈയിടയ്ക്ക് UK സ്കൂളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. കാരണം നമ്മൾ പലപ്പോഴും കണ്ടതാണ് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് UK ചെറിയ പിള്ളേർ, ഒരു 15, 16, 17 വയസ്സുള്ള പിള്ളേരാണ് മിക്കവാറും എല്ലാവരും ഈ ഒരു കത്തിക്കുത്തിന് ഇരയാവുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ മിനിഞ്ഞാന്ന് ഷെഫീൽഡിൽ നടന്ന ഒരു സ്കൂളിൽ നടന്ന ഒരു സംഭവത്തിൽ ഒരു 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയെ ആ ഒരു സ്കൂളിൽ വെച്ച് തന്നെ വേറൊരാൾ കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് വളരെയധികം വിഷമാണ്. കാരണം ഒരു കൊച്ചു കുഞ്ഞാണ്. അങ്ങനെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ അടിപിടി ഞുള്ള ഇതുപോലുള്ള പരിപാടികളൊക്കെ നമ്മളെ സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും ഇതേപോലെയുള്ള കത്തികളുമായിട്ടൊക്കെ സ്കൂളിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകാർ കുറച്ചുകൂടി അവെയർ ആകേണ്ടതായിട്ടിരിക്കുന്നത്. കാരണം ഈ വരുന്ന കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ഇവരുടെ പോക്കറ്റുകളൊക്കെ പരിശോധിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് മാറുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം, ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവരുടെ ടീച്ചേഴ്സിന് ആ കുട്ടികളെക്കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അതിൽ ഷെഫീൽഡിൽ നടന്ന ഈ ഒരു 15 വയസ്സുകാരൻ്റെ ദാരുണമായ മരണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും അതേ പ്രായത്തിലുള്ള, അതായത് 15 വയസ്സുള്ള ഒരാളിനെയാണ് ഈ ഒരു മർഡറിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന. ഷെഫീൽഡ് എന്ന് വെച്ചാൽ നമ്മുടെ ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് ഇതേപോലെയുള്ള കുഞ്ഞു കുട്ടികളെ ഇതേപോലെയുള്ള കേസുകളിൽ പെടുത്താൻ ധാരാളം കേസുകൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ മാസമാണ് ലണ്ടനിൽ വൂൾവിച്ചിൽ ഇതേപോലൊക്കെ തന്നെ ഒരു ബസ്സിൽ വെച്ച് ഒരു 14-15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇതേപോലെയുള്ള ഒരു സ്റ്റാമ്പിങ്, ഒരു കത്തിക്കുത്ത് ആക്രമണത്തിൽ അത് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കേസുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ, നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി ഈ ഒരു രാജ്യത്തിലേക്ക് വന്നിട്ട് ഇതേപോലെയുള്ള സ്കൂളുകളിലൊക്കെയാണോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതെന്നുള്ളൊരു ചോദ്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഷെഫീൽഡിലെ ഓൾ സെയിൻസ് കാത്തലിക് സ്കൂളിലാണ് ഈ ഒരു സംഭവം നടന്നത്.
UK മുഴുവനും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു തിങ്കളാഴ്ച 12-12:15 നടന്ന ഈ ദാരുണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. UK പല സ്കൂളുകളും വളരെയധികം സേഫാണ്. കാരണം നമ്മുടെയൊക്കെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും നാൾ ഇങ്ങനെയുള്ള സ്കൂളുകൾ ഇതേപോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളധികം കേട്ടില്ല. നമ്മൾ ഇപ്പോഴും സ്കൂളുകളിലൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഈ 14, 13, 12 വയസ്സുള്ള പിള്ളേരൊക്കെ വേപ്പൊക്കെ വലിച്ചുകൊണ്ടൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കും ഇത്രയും കൊച്ചു കുട്ടികളാണ്, കാരണം ഇവർക്ക് ബുദ്ധി പോലും ഉറച്ചിട്ടില്ലാത്ത പിള്ളേരാണ് ഇപ്പോഴേ ഈ ഒരു സിഗരറ്റ് വലി അല്ലെങ്കിൽ വേപ്പ് ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ ഇവർ പോയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ അവരുടെ പേരൻസ് ആ ഒരു രീതിയിലായിരിക്കും. കാരണം അവരുടെ മുൻപിൽ വെച്ച് സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് വേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയായിരിക്കും ഒരു പക്ഷെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം 18 വയസ്സുകാരനായ ഒരു ആഫ്രിക്കൻ പയ്യൻ ഇവിടെ വന്നിട്ട് ആ ഡാൻസ് സ്കൂളിൽ പോയിട്ട് 3 കുട്ടികളെ 6, 7, 9 വയസ്സുള്ള 3 കുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ ഇപ്പോൾ ഉണ്ടായത്. കഴിഞ്ഞ വർഷമാണ് വെയിൽസിൽ ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടുത്തെ 2 ടീച്ചേഴ്സിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. കാരണം ഞാൻ നിന്നെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി ആ ടീച്ചറിനെ കുത്തിയത്. അന്നേരത്തെ ആ ഒരു എന്തോ ഭാഗ്യത്തിന് അവിടെ ഒരു കൊളീഗ്സ് വന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അവിടെയും ഒരു ദാരുണ സംഭവം നടക്കേണ്ടതാണ്. എന്തായാലും അവർ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബെർമിംഗ്ഹാമിൽ 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇതുപോലെ തന്നെ ഒരു 14 വയസ്സുകാരനെ സ്റ്റാബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്കോട്ട്ലൻഡിലും ഇതേപോലൊക്കെ സെയിം ഒരു അറ്റാക്ക് കേസ് ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി ഒരു 16 വയസ്സുകാരൻ ബസ്സിനുള്ളിൽ വെച്ച് കുത്തി ആക്രമിച്ചു എന്നുള്ള ഒരു കേസ് കൂടി ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരുമായിട്ടും ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ ഇംഗ്ലീഷുകാരായിരിക്കും, മറ്റ് രാജ്യക്കാരായിരിക്കും. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഇവരെന്താണ് ചാറ്റ് ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മാക്സിമം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. മാക്സിമം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ക്വയറ്റായിട്ട് പോയിട്ട് ക്വയറ്റായിട്ട് തിരിച്ചു വരിക. പിന്നെ നമുക്കറിയാവുന്ന കുട്ടികളൊക്കെ ആണുള്ളതെങ്കിൽ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുക, അവരുമായിട്ട് സ്കൂളിൽ പോവുക. മാക്സിമം കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്കൂളിൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ അവരെ ചെന്ന് പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ട് അതേ രീതിയിൽ വളരാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ സ്കൂളിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ പോയിട്ട് സ്കൂളിൽ പോയിട്ട് അവർ തിരിച്ചു വന്നോളും, അല്ലെങ്കിൽ അവർ അവരുടെ കൂട്ടുകാരുമായിട്ട് അവിടെ പോയതാണ് അല്ലെങ്കിൽ ഇവിടെ പോയതാണെന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ 15, 16, 17 വയസ്സാണെങ്കിൽ പോലും അവർ എപ്പോൾ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ എപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു, എന്താണ് അവരവരുടെ സ്കൂളിൽ പോയി ചെയ്യുന്നത്. നമുക്ക് പേരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ അത് കണിശമായിട്ടും നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ആഴ്ചയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ വിശ്വസിച്ചാണ് നമ്മളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. പക്ഷേ ഇവർ പല കൂട്ടുകെട്ടിലും ചെന്ന് പെട്ട് കഴിയുമ്പോഴാണ് ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത് വരാതിരിക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ നിങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതരായിട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.